നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാലക്കുടിയിലെ റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് കൂർക്ക ഗ്രാമം പദ്ധതി പ്രകാരം നടത്തിയ കൂർക്ക കൃഷിക്ക് 100 മേനി വിളവ്. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടിയിലെ റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകം പ്രതി പിടിയിൽ. അസം ഗുവാഹത്തി സ്വദേശി 25 വയസ്സുള്ള ബാറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. കല്ലേറ്റുങ്കര സ്വദേശി റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ 68 വയസ്സുള്ള സെയ്തുവാണ് കൊല്ലപ്പെട്ടത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സെയ്തുവും ബാറുൽ ഇസ്ലാമും സുഹൃത്തുക്കളായിരുന്നു. പ്രതി ബാറുൽ ഇസ്ലാമിൽ നിന്നും സെയ്തു 10,000 രൂപ കടം വാങ്ങിയിരുന്നു. ഇത് ബാറുൽ ഇസ്ലാം തിരികെ ചോദിച്ചതിൽ നിന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ഇരുവരും കല്ലേറ്റുങ്കരയിൽ നിന്നും ട്രെയിൻ മാർഗം ചാലക്കുടിയിലെത്തി. തുടർന്ന് ബീവറേജസിൽ നിന്നും മദ്യം വാങ്ങിയ ശേഷം ആനമല ജംഗ്ഷനിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തി മദ്യപിച്ചു. ഇതിനിടയിലാണ് പണത്തെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തത്. തർക്കത്തിനിടെ പ്രതി ബാറുൽ ഇസ്ലാം സെയ്തുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലക്കേറ്റ പരിക്കാണ് സെയ്തുവിന്റെ മരണത്തിലേക്ക് നയിച്ചത്. കേസിന്റെ പ്രതി അസം സ്വദേശിയാണ്. ആദ്യമേ ഈ കേസിൽ പോലീസിന് ക്ലൂ ഒന്നും ഇനീഷ്യലി ഒന്നുമില്ലായിരുന്നു ആക്ച്വലി. പക്ഷേ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഓരോരോ എവിഡൻസ് ശേഖരിച്ചിട്ട് CCTV ദൃശ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചിട്ട് 2-3 സസ്പെക്ട് നമുക്ക് ആദ്യമേ രണ്ടാമത്തെ ദിവസം 2-3 സസ്പെക്ട് നമുക്ക് കിട്ടുമെന്ന് അവർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ക്വസ്റ്റ്യനിങ് ചെയ്ത് അതിനുശേഷം ശരിക്ക് ആക്ച്വൽ അക്യൂസ്ഡ് യഥാർത്ഥ പ്രതി നമ്മൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. സംഭവത്തിനു ശേഷം പ്രതി അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. സേതുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് ബാറുൽ ഇസ്ലാമിലേക്ക് എത്തിയത്. സേതുവിന്റെ ഫോണിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ കോൾ ബാറുൽ ഇസ്ലാമിന്റേതാണ്. ഇതാണ് പോലീസിന് എളുപ്പത്തിൽ പ്രതിയിലേക്ക് എത്താനായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ തൃശൂർ ചേലക്കരയിലെ ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഷാനിമോൾ ഉസ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PM മനീഷ് അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് കൂർക്ക ഗ്രാമം പദ്ധതി പ്രകാരം നടത്തിയ കൂർക്ക കൃഷിക്ക് 100 മേനി വിളവ്. മതിലക ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലാണ് കൂർക്ക ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നാടൻ കൂർക്ക കൃഷി ചെയ്തത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ കൂളിമുട്ടം കാണിവളവിലെ 2 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. എല്ലാവരും ഒത്തുപിടിച്ചപ്പോൾ ഇന്ന് കൂർക്ക ഗ്രാമം പ്രശസ്തിയുടെ നറുകയിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞത് ഇന്നത്തെ ഈ തൊഴിലുറപ്പിന്റെ നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങളുടെയും തൊഴിലുറപ്പുകാരുടെയും കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ്. തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ആ നീണ്ട വരൾച്ചയിൽ അതിൽ നനച്ചിരുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ 45-ൽ പരം തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിയാണ് കൃഷി ചെയ്തത്. 279 തൊഴിൽ ദിനങ്ങളിലായി 92,907 രൂപ കൂലിയിനത്തിൽ തൊഴിലാളികൾക്ക് നൽകാൻ കഴിഞ്ഞു. 5 മാസം പിന്നിട്ടപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചത്. വിളവെടുത്ത കൂർക്ക 60 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. രാവിലെ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ പ്രത്യേകിച്ച് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് രാമച്ചത്തിൻ്റെ കൃഷി ഉണ്ടായിരുന്നതാണ്. രാമച്ചത്തിൻ്റെ കൃഷിയും പതുക്കെ പോയി. രാമച്ചത്തിന് ഒരു സൈഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ രാമച്ചത്തിൻ്റെ മണവും രാമച്ചത്തിൻ്റെ വിഷറി, അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ കിടക്കയത് ഒരുപാട് സാധനങ്ങൾ അതോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ പ്രാദേശികമായി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക്. ആ ഉൽപ്പന്നങ്ങളുടെ കുറവ് സ്വാഭാവികമായും നമ്മുടെ എല്ലാ അർത്ഥത്തിലും
നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതിൽ വരുമാനം ആർജിക്കുന്നതിൽ പുതിയ തലമുറയ്ക്ക് പുതിയ കൃഷി നമ്മൾ പരിചയപ്പെടുത്തുന്നതിലൊക്കെ പിന്നോക്കം പോവുകയാണ്. ഇവിടെ 2 ഏക്കർ പറമ്പാണ് ഇതിനു വേണ്ടി നമ്മുടെ മെമ്പറുടെ വലിയ രീതിയിലുള്ള ശ്രദ്ധയിൽ ഈ കാര്യം തുടങ്ങുന്നത്. കൃഷിഭവൻ അത്യാവശ്യം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ JLG ഗ്രൂപ്പ് സഹായിച്ചിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. പാപ്പിനോട്ട സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അതിന് വളോ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ കുടുംബശ്രീയും തൊഴിലുറപ്പ് തൊഴിലാളികളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു നല്ല മോഡലായിട്ടുള്ളൊരു പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള പഞ്ചായത്തങ്ങൾ അവരുടെ പ്രദേശങ്ങളിൽ തുടങ്ങണമെങ്കിൽ ആഗ്രഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, ഇത് തുടങ്ങി ഞങ്ങൾക്കും എന്തേ തുടങ്ങിയാൽ എന്നാലോചിക്കും എന്നാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ 101ഓളം JLG ഗ്രൂപ്പുകളുണ്ട്. മതിലകം ഗ്രാമപഞ്ചായത്തിൽ 800ഓളം സ്ത്രീ കർഷകരുണ്ട്. അതിൽ നമ്മുടെ ഇപ്പോൾ വാർഡിൽ ഇപ്പോൾ ഏകദേശം 800 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കൂർക്കയും അതുപോലെ തന്നെ കപ്പലണ്ടിയും ഇവിടെ കൃഷി ചെയ്യപ്പെട്ടത്. അപ്പോൾ കൂർക്കയുടെ മാത്രമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപയാണ് ഇതിന് കൂലി വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ സഹോദരിമാർ ഇതിനെ പരിപാലിച്ച് ഇതുപോലൊക്കെ വിളവെടുപ്പ് നടത്തണമെങ്കിൽ അത്രയ്ക്കും അവരുടെ കഠിനാധ്വാനം കൂടി ഇതിലുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ പടിഞ്ഞാറൻ തീരദേശത്ത് നമ്മുടെ ഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഈ ഭാഗത്തുള്ളത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ പ്രിയ ഹരിലാൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK സഗീർ, OS ഷെരീഫ, സംസാബി സലീം, രജനി ബേബി, ഹിത രതീഷ്, മാലതി സുബ്രഹ്മണ്യൻ, ജസ്ന ഷമീർ, CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KR സിന്ധു, കൃഷി ഓഫീസർ അജിത്, കൃഷി അസിസ്റ്റന്റ് നന്ദകുമാർ, ജോയിന്റ് BDO അംബ്രോസ്, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ MS ബാദുഷ, ഓവർസിയർ സ്മൃതി, കൃഷ്ണവേണി, അക്കൗണ്ടന്റുമാരായ അംബിക, മിൽഷ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നെന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ്. ഡോക്ടറെ 1-ാം പ്രതിയും പുരുഷ നഴ്സിനെ 2-ാം പ്രതിയുമാക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത്. പാലയൂർ സ്വദേശി ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയയുടെ ഇടതുകാലിനാണ് കുത്തിവയ്പ്പെടുത്തത് മൂലം തളർച്ച ബാധിച്ചത്. ഡിസംബർ 1-നാണ് സംഭവം. പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ 2-ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് മാതാവുമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ 2 കുത്തിവയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഗസാലിയുടെ ഇടത് കൈയിൽ ആദ്യം കുത്തിവയ്പ്പ് നൽകി. കൈയിൽ വേദനയും അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ നഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവയ്പ്പ് നൽകി. ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോവുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ മാതാവ് ഡോക്ടറെ ചെന്നുകണ്ട് വിവരം പറഞ്ഞു. കൈയിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഓയിൽമെന്റ് നൽകിയ ഡോക്ടർ കാലിലേത് മാറിക്കൊള്ളുമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. ഇത് ഡിസംബർ 1-ാം തീയതിയാണ് സംഭവം നടന്നത്. ഡിസംബർ 1-ാം തീയതി എൻ്റെ വൈഫ് ടീച്ചറാണ്. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മക്കൾ സ്കൂളിൽ കഴിഞ്ഞിട്ട് മോനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ തലവേദന ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം അവിടെ ഡോക്ടറെ കാണിക്കാൻ ടോക്കൺ എടുക്കുമ്പോൾ മോനൊന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ 2 ഇഞ്ചക്ഷന് പറഞ്ഞു, ഛർദ്ദിക്കുള്ളതും പിന്നെ ഈ വേദനയ്ക്കുള്ളതും. അപ്പോൾ അവിടുത്തെ മെയിൽ നേഴ്സാണ് ഇത് ഇഞ്ചക്ഷൻ എടുത്തിരുന്നത്. അതും ഈ ഡോക്ടറെ മുന്നിൽ വെച്ചിട്ടാണ് തൊട്ടപ്പുറത്തെ റൂമിൽ വെച്ചാണ് ചെയ്തത്. ആദ്യം തന്നെ ഛർദിക്കുള്ള മരുന്ന് അടിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഒന്ന് പൊള്ളച്ച്, ഇഞ്ചക്ഷൻ കറക്റ്റല്ല ചെയ്തത്. ഫസ്റ്റ് തന്നെ അവിടെ പൊള്ളച്ച് വന്നപ്പോൾ വൈഫ് പറഞ്ഞു അങ്ങനെ പൊള്ളക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഊരി ഇപ്പുറത്തെ കയ്യിലത് കറക്റ്റായി ചെയ്തു. അവർ പിന്നത്തെ അടുത്തവർ ചെയ്യുന്നത് ബട്ടക്സിനാണ് തലവേദനയ്ക്ക് വേദനയുടെ മരുന്ന്. അപ്പോൾ മോനൊന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പതുക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ മെയിൽ നേഴ്സിന് ദേഷ്യം വരെയും അവിടെ സിറിഞ്ച് ഇട്ടിട്ട് പോയിട്ട് പറ്റില്ല എന്നിട്ട് പോവുകയാണ് ചെയ്തത്. വൈഫ് ആ മെയിൽ നേഴ്സിനെ തിരിച്ച് വിളിച്ചു കൊടുക്കുന്നില്ല, അത് ഞാൻ മോൻ്റെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ വന്ന് എന്തോ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അയാൾ വന്ന് കുത്തി ആ ഫോഴ്സിൽ മരുന്നടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അടിച്ചപ്പോൾ തന്നെ മോന് പറഞ്ഞ് എൻ്റെ കാല് എന്തോ ഉണ്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവനക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഡോക്ടറോട് പോയി കംപ്ലയിൻറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവം ഉണ്ട്, എന്താ ചെയ്യേണ്ടത് വെച്ച്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അത് കുഴപ്പമില്ല, ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, ഞരമ്പിലൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ മാറിക്കോളും എന്ന് പറഞ്ഞു. എൻ്റെ വൈഫും കുട്ടിയും അവിടെ ഒരു 1-1.5 മണിക്കൂറോട് വെയിറ്റ് ചെയ്ത് എന്നിട്ടും മാറാണ്ടായപ്പോൾ അവർ പറഞ്ഞത് മാറിക്കോളും, ടൈം എടുക്കും, ചില കുട്ടികൾക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുക ചെയ്തത്. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ മിംസിൽ പോയി കാണിച്ചു കോട്ടക്കൽ. അവിടെ നിന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത് ഇത് എന്തോ ഞരമ്പിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഇതറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് നേരെ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ പോയി ഡോക്ടർ പ്രദീപ് സാറാണ് ചെക്ക് ചെയ്തത്. അവിടുന്ന് ഞരമ്പിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒരു ഞരമ്പിൻ്റെ ഫുള്ള് ഡെഡായേക്കണം, അതിൻ്റെ സെൻസറി മോട്ടർ ഫുള്ളും ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ സംഭവം വിവരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷനിൽ ചിലപ്പോൾ ആ ഫോഴ്സിൽ ആ മരുന്നിൻ്റെ ഇമ്പാക്റ്റ് ആ ഞരമ്പിന് വന്നിട്ടുണ്ടായിരിക്കണം, അതാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞത്. പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളെ നാട്ടിലെ കൺവീനറും അവരാണ് പരാതി കൊടുത്തിരുന്നത്. ഞങ്ങളത് ഒപ്പിട്ട് മേടിച്ചിട്ടൊക്കെ അവർ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ DMOക്കും ചൈൽഡിൻ്റെ ഇതിൽക്കും എല്ലായിടത്തും മിനിസ്ട്രിക്കൊക്കെ അയച്ചിട്ടുണ്ട്, ഹെൽത്ത് മിനിസ്റ്റർക്കൊക്കെ അയച്ചിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ചാവക്കാട് പോലീസാണ് കേസ് എടുത്തിട്ട് അവർ വന്ന് മൊഴിയൊക്കെ എടുത്ത് പോയി. FIR ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേസ് നോക്കുന്നത് ഗുരുവായൂർ ASP ആണ്. ഡോക്ടേഴ്സായ കാരണം അവർക്കാണ് നോക്കാൻ അധികാരം എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ 1-ാം പ്രതി മെയിൽ നേഴ്സ് തന്നെയാണ്. കാരണം ഒരു കുട്ടികളോട് പ്രതികരിക്കേണ്ടതും ഒരു കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയും ക്ഷമം വേണം. അതില്ലാത്തൊരു നേഴ്സ് അവിടെ ഉണ്ടായിട്ട് സർവീസിനായിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് പേഷ്യൻസിനോടല്ല. അനുഭവിക്കുന്നത് ഞാനും എൻ്റെ വൈഫുമാണ്. ഞങ്ങളാണ് ആ കുട്ടീനെ കാണുന്നത്. 1-ാം തീയതി മുതൽ കുട്ടി ഉറങ്ങിയിട്ടില്ല, അത്രയും പെയിനാണ് കാല്, കരച്ചിലാണത്. ഇത് ഇടയ്ക്ക് ഫ്രീക്വൻ്റായിട്ട് ഈ പെയിൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഡോക്ടറോട് നമ്മൾ 2-ാം തീയതി പറഞ്ഞപ്പോൾ ഡോക്ടർ അത് കുഴപ്പമില്ല, ഞരമ്പിന് പ്രശ്നമില്ല, ഇത് ഉണ്ടാവുന്നതെന്നുള്ള ഒരു നെഗ്ലിജൻസ് അത് ഡോക്ടർ ചെയ്യാൻ പാടില്ല. ആ ഡോക്ടറെ കണ്ടാൽ അത് മനസ്സിലാവണം എന്തോ ഇഷ്യൂ ഉണ്ട്, പ്രോപ്പറുള്ള ചെക്കപ്പ് ഡോക്ടർ അവിടെ നിന്ന് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ സർവീസിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. അവർക്ക് നടപടി എടുത്തേ പറ്റും, ശക്തമായ നടപടി എടുക്കുകയും വേണം. ഇതിനു വേണ്ടി ഞങ്ങൾ ഓടാത്ത സ്ഥലങ്ങളില്ല. ഇനിയിപ്പോൾ അമൃതയിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ പോകണം. കാരണം ഇപ്പോൾ നമ്മളെ മോനാണ്, ഇവർക്കതൊന്നും മനസ്സിലാവില്ല. അത് ആ വീട്ടിലിരുന്ന് കാണുന്നത് ഞങ്ങളാണ് ആ കുട്ടി അനുഭവിക്കുന്നത്. ഉപജില്ലാ കലോത്സവത്തിനൊക്കെ ഓട്ടത്തിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണിത്. ഇപ്പോൾ അവസ്ഥ കണ്ടില്ല, ഞങ്ങൾ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുത്തേ പറ്റൂ. മറ്റൊരു കുട്ടിക്ക് ഇത് വരാൻ പാടില്ല. ഒരു കുട്ടിയായാലും പേഷ്യൻ്റ് ആയാലും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡോക്ടർമാരെ നമ്മൾ പോയി കാണുന്നത്. അപ്പം അതിലിങ്ങനൊരു വീഴ്ച വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്താണ് പിന്നെ അർത്ഥമുള്ളത്? എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടക്കലിലെ ആശുപത്രിയിലെത്തിച്ചു. മരുന്ന് മാറിയതിനാലോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതിനാലോ ആവാം കാലിന് തളർച്ചയുണ്ടായതെന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത്. ഇതോടെ രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന് പുറമെ ആശുപത്രി സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, MLA, ആരോഗ്യമന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകി. ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുട്ടിയുടെ കാലിലെ ഒരു ഞരമ്പിന്റെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 6 മാസമെങ്കിലും തുടർച്ചയായി ചികിത്സയുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ചലനശേഷി തിരികെ ലഭിക്കൂ എന്ന അവസ്ഥയിലാണ് എന്ന് കുടുംബം പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. തൊഴിൽ മേഖലകളിൽ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് സ്ത്രീകൾ ഇരയാകുന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം 2013 സംബന്ധിച്ച് ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ.
തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഈ സാമ്പത്തിക വർഷം വനിതാ കമ്മീഷൻ 11 തൊഴിൽ മേഖലകളെ കണ്ടെത്തി സ്ത്രീകൾക്കായി പബ്ലിക് ഹിയറിംഗ് നടത്തി വരികയാണ്. അസംഘടിത മേഖലയിൽ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള സാമൂഹിക പരിരക്ഷ, ക്ഷേമ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വനിതകൾക്ക് അറിവ് പകരുന്നതിന് ശക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും വനിതാ അധ്യക്ഷ പറഞ്ഞു. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം 2013 സംബന്ധിച്ച് സ്ത്രീകൾക്ക് അവബോധം നൽകാനും സ്ത്രീ തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമാണ് അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം 2013 എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KPN അമൃതയും സെമിനാർ അവതരിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജുള അരുണൻ, തൃശൂർ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ P. മീര, അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് മെമ്പർ രജിത വിജീഷ്, അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ജില്ലാ ഓഫീസർ TJ മജീഷ്, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന എന്നിവർ സംസാരിച്ചു. ഇടവേള.